എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നല്ല ഫിൽറ്റർ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ടീ ഉണ്ടാക്കാവേ. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോകാം. പൂ പറിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ചെറിയ മഴയുണ്ട്. പിന്നെ ഞാൻ ഇത്തോട്ടെൻ്റെ കുടയൊക്കെ എടുത്തു. അപ്പം ഞാൻ മഴ കാണിച്ചു തരാം. വലിയ മഴയൊന്നുമില്ല, ചെറിയ മഴയേ ഉള്ളൂ. ഞാനിപ്പോൾ ശംഖുപുഷ്പം പറിക്കാൻ വേണ്ടിയിട്ടാണേ പോന്നേ. ഇത്തോട്ടൻ്റെ കുടയാണിത്. അവന് കുട കൊണ്ടുപോകണ്ട സ്കൂളിൽ. അപ്പം നമുക്ക് പൂ പറിക്കാവേ. ഈ ശംഖുപുഷ്പം എല്ലാവർക്കും അറിയായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശംഖുപുഷ്പം. ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് ഇതിന്. ഇതൊരു വള്ളിച്ചെടിയാണ്. ഇങ്ങനെ പടർന്ന് പോകും. പിന്നെ ഇതിനൊരു പയറ് പോലത്തെ കായും ഉണ്ടാവുമേ. 5 പൂ മതി 1 ഗ്ലാസ് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. ഇത് അശ്വതി ചേച്ചിയുടെ പൂവാണ്. അശ്വതി ചേച്ചി ജോലിക്ക് പോയിരിക്കുക. വരുമ്പോൾ എന്നെ ഓടിക്കുമാവോ. അടുത്ത് പോയി പൂ പറിച്ചിട്ട് വന്നിട്ട് ആകെ മൊത്തം നനഞ്ഞു മടുത്തേ. ഇതാണ് പൂവ്. പിന്നെ നമുക്കിതുകൊണ്ട് ബ്ലൂ ടീ ഉണ്ടാക്കാം. 5 പൂ മതി. ആദ്യം നമുക്കിതൊക്കെ വൃത്തിയായി കഴുകിയെടുക്കാവേ. ഞാൻ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇതളൊക്കെ വേറെ വേറെ ആക്കിയിട്ട് പുഴുവൊക്കെ ഉണ്ടോ നോക്കി വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. ഞാനിവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്കിനി പൂവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം ഇതിവിടുന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറലായി. അപ്പം നമ്മുടെ പിള്ളേർക്കെല്ലാം ഈ ഫ്രൂട്ടി 7up അങ്ങനത്തെ സാധനമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും വാങ്ങിക്കൊടുക്കാതെ ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തുള്ള ഓരോന്നൊക്കെ എടുത്ത് ഇതുപോലെ ചെമ്പരത്തി വെച്ചിട്ട് നമുക്ക് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ശരീരത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറ് നല്ല നീല കളറാണ്. അപ്പം ഇനി നമുക്കിത് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പ ഒന്ന് കഴിയട്ടെ. അരിപ്പ റെഡി, ഗ്ലാസും റെഡി. നമുക്ക് അരിക്കാം. അരിച്ചെടുത്തേ. ഇപ്പം ഇതാണ് നമ്മുടെ ഇതളിൻ്റെ അവസ്ഥ. കളറൊക്കെ ഇളകി ചുരുങ്ങി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെള്ളം. നല്ല നീല കളറാണ്. ഇനി നമുക്ക് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് തേനും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണായാലും ചേർത്താൽ മതി. ഞാൻ കുറച്ചും കൂടി മധുരം ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് 2 സ്പൂണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തേൻ ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറ് മാറുന്നുണ്ട്. ഈ ശംഖുപുഷ്പം ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നാണ് കാണുന്നത്. പിന്നെ ഓരോന്നിനും ഓരോ രീതിയിലാണ് ആക്കി കുടിക്കേണ്ടത്. ഇതിപ്പം നമുക്കൊരു ചായ കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാം. അതുപോലെ സ്കിന്നിനും എല്ലാത്തിനും ഈ ശംഖുപുഷ്പം നല്ലതാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കാം. നാരങ്ങാനീരും കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആവും. കുരു വീഴാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വേറൊരു പാത്രത്തിൽ ആദ്യം പിഴിയുന്നത്. നാരങ്ങാനീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇങ്ങനെ ആക്കി കുടിച്ച് ഒരുപാട് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിന്. അപ്പം ഇതിൻ്റെ കളർ ആദ്യമേ മാറി ഇപ്പോൾ വേറൊരു കളറായി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം ഇതിങ്ങനെ ആക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാവരും സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഓരോ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഗൂഗിൾ ചെയ്താലും അതുപോലെ യൂട്യൂബിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കി കുടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. എല്ലാവരും എൻ്റെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.